ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്? 1942. ഇതൊരു ദേശീയ പ്രക്ഷോഭമാണ്. അതായത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് ശേഷം ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ദേശീയ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് ശേഷം ഇന്ത്യയിൽ ആരംഭിച്ചൊരു ദേശീയ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-ന് 1942 ഓഗസ്റ്റ് 8-ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സെക്ഷനിൽ വെച്ചാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8-ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏത് സെക്ഷനിൽ വെച്ച്? ബോംബെ സെക്ഷനിൽ വെച്ച്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സെക്ഷനിൽ വെച്ചാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണെന്നറിയാമോ? ഗാന്ധിജി. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജി. എന്നാൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എവിടെ വെച്ചാണ് പാസ്സാക്കിയത്? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സെക്ഷനിൽ വെച്ച്. ഇതിൻ്റെ വേദി ഏതായിരുന്നു? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. ഈ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്തോന്നാണ്? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്താങ്ങിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്താങ്ങിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ മുദ്രാവാക്യം എന്താണ്? ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. അതാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ മുദ്രാവാക്യം. ഈ ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് 1942 ഓഗസ്റ്റ് 8-ന് ഈ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. അപ്പോൾ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ആദ്യമായി മുഴക്കിയത് ഈ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനമെന്നും ഈ ഗോവാലിയ ടാങ്ക് മൈതാനത്തെ അറിയപ്പെടുന്നു. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഓഗസ്റ്റ് ക്രാന്തി എന്നും അറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എന്തെന്നും അറിയപ്പെടുന്നു? ഓഗസ്റ്റ് ക്രാന്തി എന്നും അറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യത്തിൻ്റെ ശില്പി യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യത്തിൻ്റെ ശില്പി ആരാണ്? യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ജയപ്രകാശ് നാരായൺ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ പത്രത്തിൻ്റെ പേര് ഹരിജൻ. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ, അതായത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ജനങ്ങളിൽ എത്തിച്ചിരുന്നത് അദ്ദേഹം ഈ പത്രത്തിലൂടെയാണ്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഹരിജൻ. 1857 റിവോൾട്ടിന് ശേഷം നടന്ന ഗുരുതരമായ പ്രക്ഷോഭമെന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലില്ലിത്കോ പ്രഭുവാണ്. 1857 റിവോൾട്ടിന് ശേഷം നടന്ന ഗുരുതരമായ പ്രക്ഷോഭമെന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ചത് ലില്ലിത്കോ പ്രഭുവാണ്. ഓഗസ്റ്റ് പ്രക്ഷോഭം, ഭാരത് ചോട്ട ആന്തോളൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് പൂനെയിലെ അഗഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ. ഇപ്പോൾ എവിടെയാണ്? പൂനെയിലെ അഗഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് പൂനെയിലെ അഗഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ. എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ തടവിലാക്കിയത് അഹമ്മദ് നഗർ കോട്ടയിൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെ തടവിലാക്കിയത് അഹമ്മദ് നഗർ കോട്ടയിൽ. ഈ അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുന്ന സമയത്ത്
ജവഹർലാൽ നെഹ്റു ഒരു കൃതി എഴുതി. അതിൻ്റെ പേരാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് എവിടെ വെച്ചാണ്? അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുന്ന സമയത്താണ്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് നേതാവെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. എന്തോന്നാണ്? കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുക. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനി ഡോക്ടർ KB മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ആരാണ്? ഡോക്ടർ KB മേനോൻ. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും ഈ ഡോക്ടർ KB മേനോനെയാണ്. അപ്പോൾ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ KB മേനോൻ.